മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നരേന്ദ്രമോദിയുടെ കാലഘട്ടം എത്ര സുന്ദരമാണെന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഗാന്ധി കുടുംബം രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പല അവാർഡുകളും പല സ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് പലരും ഗാന്ധി കുടുംബത്തെ പുകഴ്ത്തി ഗാന്ധി കുടുംബത്തോട് ഒരുമിച്ച് മുന്നോട്ട് പോയാലേ പലതും കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തില് ഒരു തരത്തിലും നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചൊന്നും രംഗത്ത് വരേണ്ടതില്ല. ആരാണോ അർഹതപ്പെട്ടത് അത് ഏതു മേഖലയാണെങ്കിലും അവരെ തേടി അംഗീകാരങ്ങൾ എത്തുമെന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂട്ടിയെ ഇത്തവണത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സകല മോദി വിരുദ്ധരും ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുമായിട്ട് ഇനി എന്ത് തേങ്ങ വിളിച്ചു പറയോ? മമ്മൂട്ടിയെ കഴിഞ്ഞ തവണ പരിഗണിക്കാത്തത്, അതിനു മുമ്പിലത്തെ തവണ പരിഗണിക്കാത്തത് മമ്മൂട്ടിയുടെ മതമതായത് കൊണ്ടാണെന്ന് എന്തുമാതിരി വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? അവർക്കുള്ള മറുപടിയാണ് രാജ്യത്തെ മുസൽമാനും രാജ്യത്തെ മികച്ചത് ആരാണെങ്കിലും ഒരു മതവും നോക്കാതെ അവർക്ക് തന്നെ അർഹതപ്പെട്ടത് ആരോ അവരിലേക്ക് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ അംഗീകാരങ്ങൾ എത്തിപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. മറ്റൊരു കാര്യം എടുത്തു പറയാറുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് ഈ UPA സർക്കാർ ഭരിച്ച സമയത്തൊന്നും കൊടുത്തിട്ടില്ല. UPA ഭരിക്കുന്ന സമയത്ത് അപ്പൊ സകല മലയാളികളും തിരിച്ചറിയാം, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ മികവുണ്ടെങ്കിൽ അംഗീകരിക്കും. അതേത് മതമാണ് എന്നൊന്നും നോക്കിയിട്ടല്ല, നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ. കഴിഞ്ഞ തവണത്തെ ദേശീയ ഏറ്റവും രാജ്യത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാൻ അല്ലേ. ഇനിയും മോദിയെ ഇത്തരത്തിൽ മതമൊക്കെ പറഞ്ഞ് എതിർക്കുന്നവരൊക്കെ സുഡാപ്പികളും ജിഹാദികളും മാത്രമാണ്. വിവേകമുള്ളവർ അത് ചെയ്യില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. മികച്ച നടനായിട്ട് കാർത്തിക് ആര്യനും കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മലയാളിയായിട്ടുള്ള വൈക്കം വിജയലക്ഷ്മിയെ മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഫെമിനിച്ച് ഫാത്തിമ, അതിന്റെ സംവിധായകന് ഫാസിൽ മുഹമ്മദ് ആണ്. അതേപോലെ തന്നെ മികച്ച ഛായാഗ്രഹണമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷഹനാദ് ജലാലിനെയാണ്. വളരെ സുന്ദരമായിട്ടുള്ള മലയാളികൾക്ക് ഒരുപാട് നേട്ടം ഇത്തവണ. എന്തിനേറെ പറയുന്നു, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിലപ്പുറം മലയാളികൾക്ക് ഇതിൽ അപ്പുറം എന്ത് സന്തോഷമെന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി നമുക്ക് ഈ കഴിഞ്ഞ തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രൗഢി തന്നെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള നമ്മുടെ മഹാനടി ഉർവശി പറഞ്ഞതൊന്നും മുന്നോട്ട് വെക്കാതെ എങ്ങനെയാണ് ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിനെ നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കുക? കഴിഞ്ഞ തവണ നടി ഉർവശി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു. ഒരു അവാർഡ് എന്തിനു വേണ്ടി, അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത്, അത് വ്യക്തമാക്കേണ്ട ഒരു കടപ്പാടുണ്ടല്ലോ ഏത് മേഖലയിലായാലും. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ അങ്ങ് കൊടുക്കും, എല്ലാവരും വന്ന് വാങ്ങിച്ചോളുക എന്നുള്ള നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് പോയാൽ അറിയിക്കുന്ന പലരും ഉണ്ട്. ഇനി വരും, എനിക്ക് പുറകെയും ഇനി ഒരുപാട് ആൾക്കാർ വരും അല്ലേ. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിലെങ്കിലും ഇത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് പുറകെയുള്ള ആൾക്കാർക്ക് എന്താണ് വിശ്വാസം? ഒരിക്കൽ റിമ കല്ലിങ്കൽ പറഞ്ഞു, ഉർവശിക്ക് ആണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി. എന്തുകൊണ്ട് കുട്ടേട്ടൻ്റെ പെർഫോമൻസിനും ഷാരൂഖ് ഖാൻ്റെ പെർഫോമൻസിനും തമ്മിലൊരു എന്താണ് നിങ്ങൾ കണക്കാക്കിയത്? എന്താണ്, എന്ത് മാനക്കുറച്ചിൽ കണ്ടു? ഇതെങ്ങനെ സഹനടനായി, അതെങ്ങനെ മികച്ച നടനായി? ഇതൊക്കെ ചോദിച്ചാൽ തീയെന്ന് പറഞ്ഞാൽ വാപള്ളെന്ന് പറഞ്ഞാൽ കാലം മാറണം. മറ്റെല്ലാ കാര്യങ്ങളിലും ഇതുപോലെ. അപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ ടാക്സ് കെട്ടിയാണ് അഭിനയിക്കുന്നത്, അല്ല ചുമ്മാ അഭിനയിച്ച് പോവുകയല്ലല്ലോ. അപ്പൊ അത് പറയണം. നിങ്ങൾ കേട്ടില്ലേ, നടി ഉർവശിക്ക് പിന്നാലെയായിരുന്നു കഴിഞ്ഞ തവണത്തെ
നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സകലരും മത്സരിച്ച് നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രൗഢി കേരളത്തിൽ കളങ്കപ്പെടുത്താൻ വലിയ ശ്രമം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് എടുത്ത് മുന്നോട്ട് വെച്ചത് കാരണം മറ്റൊന്നല്ല, നിങ്ങളുടെ പിന്നാലെ ഒരാൾ പോലും വന്നിട്ടില്ല. ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രൗഢി കെടുത്താൻ ആരും വന്നിട്ടില്ല. ഇത്തവണ ഒരാൾ പോലും വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ തന്നെ സഹനടിയാക്കാതെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കാത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ളതൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യത്ത് 140 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊരു ചെറിയ സംസ്ഥാനമാണ്. അപ്പൊ ഇതിനേക്കാൾ വലിയ ഒരുപാട് സിനിമാ മേഖലകൾ തമിഴ്നാട്, കർണാടക ഒക്കെ തന്നെ എല്ലാ സംസ്ഥാനത്തും പരന്ന് കിടക്കുന്ന സിനിമാ മേഖലയുണ്ട്. അവരൊക്കെ തന്നെ മത്സരിച്ചിട്ടുള്ളതിൽ മികച്ച സഹനടിയായി എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് അഭിമാനം കൊള്ളുന്നതിന് പകരം ഉർവശി നിരന്ന് നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രൗഢി കെടുത്താനായിരുന്നു. ഇത് മാത്രമൊന്നല്ല, എന്തൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ നിങ്ങൾ ഇത് കേട്ടു. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ പരാമർശിക്കപ്പെടാതെ പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയോട് നമ്മുടെ ഭാഷയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല? ശക്തമായ വാക്കുകളാണ്. ഇതിൽ ഈ പ്രാദേശികതയാണോ അല്ലെങ്കിൽ ജനപ്രിയതയുടെ പിന്നാലെ പോകാനുള്ള ഒരു ശ്രമമാണോ? കൈയടിക്ക് വേണ്ടി ഈ യഥാർത്ഥ അഭിനേതാക്കളെ അവഗണിക്കുന്നതാണോ പ്രാദേശിക? അല്ല, എനിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം ജനപ്രിയ സിനിമകൾക്കാണ്, ആരും കാണാത്ത സിനിമകൾക്കല്ല. കഴകം എന്നൊരു സിനിമ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എടുത്തത്, മറ്റൊരു കൊമേഴ്ഷ്യലിന് വേണ്ടിയല്ലാതെ. ബാക്കി എല്ലാ സിനിമകളും ഉള്ളൊരു ഏറ്റവും വലിയ ജനപ്രിയ സിനിമയല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഹിന്ദി പോലുള്ളൊന്ന് എടുത്തു പറയൂ. അതാ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ, നിങ്ങൾക്കറിയാൻ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കറിയാത്തതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അന്വേഷിച്ചറിയാൻ കൂടുതൽ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഉത്തരം നിങ്ങളാ പറയേണ്ടത്. നിങ്ങൾ കേട്ടില്ലേ, കഴിഞ്ഞ തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട ആ മേഖലയിലേക്ക് പ്രാദേശികവാദം ഒരു ഭാഗത്ത് പൃഥ്വിരാജിന് എന്തുകൊണ്ട് കിട്ടിയില്ല ആടുജീവിതം അവിടെ മലയാളികളെ കണ്ടിട്ടുണ്ടോ? ലളിതമായ ചോദ്യം. പൃഥ്വിരാജിനെയും പൊക്കി പിടിച്ചെടുക്കാം. ഓക്കെ. പിന്നെ ഒരു കൂട്ടര് ഇരവാദം മതവുമായി ബന്ധപ്പെട്ടായിരുന്നു, മമ്മൂട്ടി. ഇത്തവണ അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ കഴിഞ്ഞ തവണ പ്രാദേശികവാദമൊക്കെ ഉന്നയിച്ച ഇവരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മികച്ച പിന്നണി ഗായിക എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം വിജയലക്ഷ്മിയാണ്. അങ്ങുവാനക്കോണിലി എന്ന് പറയുന്നതാണ് ഗാനം. ഓരോ മലയാളിയും തിരിച്ചറിയണം, ഇവരൊക്കെ ഈ പറയുന്ന മഹാനടി എന്ന ആ ഒരു നിലവാരമില്ലായ്മയിലേക്ക് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പ്രധാനപ്പെട്ട നടിയാണ് ഈ നടി ഉർവശി എന്നൊക്കെ പറയുന്നത്, ഉർവശി ചേച്ചിയൊക്കെ. പക്ഷേ അവർ കഴിഞ്ഞ ചലച്ചിത്ര അവാർഡിനെ പ്രൗഢി കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഞാൻ അതൊക്കെ എടുത്ത് മുന്നോട്ട് വെച്ചത് അന്ന് ഉന്നയിച്ച സകല വാദങ്ങളും 8 നിലയിൽ പൊളിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. മലയാളത്തിൽ നിന്നാണ് മികച്ച പിന്നണി ഗായികയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊക്കെ എതിരാളികൾ, മോദി സർക്കാരിനെതിരെ നിരന്തരം നിലവിളിക്കുന്നവർ മതം പറയുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന മതത്തിൽ നിന്ന് തന്നെയാണ് മികവുണ്ടായത് കൊണ്ട് തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, മികവാർക്കുണ്ടെങ്കിലും അതേതു മേഖലയാണെങ്കിലും അംഗീകാരങ്ങൾ തേടി നിങ്ങളുടെ അടുത്തേക്ക് മികവാർക്കുണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക് എത്തും. ഇതാണ് മോദി ഗ്യാരണ്ടി എന്ന് രാജ്യം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ സുന്ദരമായിട്ടുള്ളൊരു ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇത്തവണയും നടന്നത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.